എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. ആൻസർ ഓപ്ഷൻ എ കിലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ നദികൾ. ഡെക്കാൻ നദികളിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ്? കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മാനാഞ്ചിറ. മാനാഞ്ചിറയാണ് ചുവടെ തന്നിട്ടുള്ള ശുദ്ധജല തടാകങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം. കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. 1875 ഏപ്രിൽ 10 ആര്യസമാജം സ്ഥാപിച്ചത്. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ്? വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത്. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റേതാണ്?
ആൻസർ ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റേതാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക. എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാസ്ക്കറ്റ് ബോൾ. എയർബാൾ ബാസ്ക്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടതാണ്. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ഈ വരികൾ ആര് എഴുതിയതാണ്? അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് എന്ന വരികൾ ആര് എഴുതിയതാണ്? ആൻസർ ഓപ്ഷൻ സി ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ വരികളാണ് അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് എന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി മോഹൻലാൽ. മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിനാണ് 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പരപരാഗണം നടത്തിയിട്ട്. പരപരാഗണം നടത്തിയിട്ടാണ് സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഖണ്ഡജലത്തിൻ്റെ സാന്നിധ്യം എത്രയാണ്? ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഖണ്ഡജലത്തിൻ്റെ സാന്നിധ്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 2% കുറവ്. 2% കുറവാണ് ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഖണ്ഡജലത്തിൻ്റെ സാന്നിധ്യം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം കെ. ജീവകം കെ ആണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി ചൈന. ചൈനയിൽ നിന്നാണ് ഇന്ത്യയിൽ ചായ എത്തിയത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി രാസോർജം. രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി സംവഹനം. സംവഹനമാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ആൻസർ ഓപ്ഷൻ എ മാലിക് ആസിഡ്. മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ടൈഫോയിഡ്. ടൈഫോയിഡാണ് കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ഉള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുമെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ സി രോഗികളെ പരിചരിക്കുന്നവർ. രോഗികളെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്ഷയരോഗം.
ക്ഷയരോഗമാണ് താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, CT സ്കാൻ. CT സ്കാനാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണീജന്യ രോഗങ്ങൾ ഏതെല്ലാമാണ്? സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണീജന്യ രോഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി, മലമ്പനി, മന്തുരോഗം, കരിമ്പനി. മലമ്പനി, മന്തുരോഗം, കരിമ്പനി എന്നിവയാണ് സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണീജന്യ രോഗങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ. പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, സത്ലജ്. സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പമ്പ. പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ എ, അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാളാണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. നിലവിലെ ലോകസഭാ സ്പീക്കർ. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആണ് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്?
ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസമനുഭവപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജനയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ആദ്യകാലത്ത് മിൻഡാനെറ്റ എന്നറിയപ്പെടുന്ന കായികരൂപം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെടുന്ന കായികരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വോളിബോൾ. വോളിബോളാണ് ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ടിരുന്ന കായികരൂപം. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ്സാണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ്സാണ്? ആൻസർ ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സാണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റാണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റാണ്? ആൻസർ ഓപ്ഷൻ സി 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റാണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹർഷണബലം. ഹർഷണബലമാണ് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ഏതു പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏതു പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട്പേഷ്യൻ്റ് സേവനം. ജനസൗഹൃദ ഔട്ട്പേഷ്യൻ്റ് സേവനം എന്നതാണ് ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി pH 7. pH 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പേൻ. പേനാണ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. അശ്വമേധം പ്രചരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പ്രചരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി കുഷ്ഠം. അശ്വമേധം പ്രചരണം കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ എ പ്രമേഹം. പ്രമേഹമാണ് ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നിശാന്തത. നിശാന്തതയാണ് വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി.
ആൻസർ ഓപ്ഷൻ എ ജഗത് പ്രകാശ് നന്ദ. ജഗത് പ്രകാശ് നന്ദയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി.